മൂന്നാം മാസം ഒരു വർഷമായില്ല. കറക്റ്റ് ഒരു വർഷം വെറും 3000 മാത്രമേ ഓടിയിട്ടുള്ളൂ. അത് നമുക്ക് ഏറ്റവും വെച്ചാൽ ഒരു ഫാമിലിക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 7 സീറ്റർ എടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ല വാഹനമാണ്. വേരിയന്റിനനുസരിച്ച് ചില മാറ്റങ്ങൾ വരും. 20,000, 25,000, 30,000 രൂപയുടെ ഓരോ വേരിയന്റിലും വരുന്നുണ്ട്. ഇങ്ങനത്തെ വിലയൊന്നും ഞാൻ എവിടെയും കേൾക്കില്ല. 7,28, 7,34 ഇങ്ങനെ ഒന്നുകിൽ 7,4 അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. ഈ പറയുന്ന പ്രൈസ് ഒന്നും ഫിക്സ്ഡ് അല്ല, നെഗോഷ്യബിൾ ആണ്. നമ്മൾ വന്നു കഴിഞ്ഞ് സംസാരിച്ചാൽ അതിൻ്റെ രീതിയിൽ ചെയ്തു തരും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കണ്ണൂർ കാർ ആൻഡ് ബൈക്കിൽ വെച്ചിട്ട് വീഡിയോ ചെയ്യാണ്. അർജുൻ നമ്മുടെ കൂടെ ഉണ്ട്. സുഖല്ലേ? ഉഷാറാണ്. എന്താണ് ഈ മാസം സ്പെഷ്യൽ സ്കീം എന്തെങ്കിലും നടക്കുന്നുണ്ടോ? വാറണ്ടി ഉണ്ട്. പിന്നെ മാർച്ച് ആയതുകൊണ്ട് നമ്മൾ മാക്സിമം നെഗോഷ്യബിൾ ആയിട്ടാണ് വണ്ടി മൊത്തം കൊടുക്കുന്നത്. എന്തായാലും ഇയറിംഗ് ആണല്ലോ അല്ലേ? ഫിനാൻഷ്യൽ ഇയറിംഗ് ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വിലപ്പാത്രത്തിൽ തരാമെന്നാണ് പറയുന്നത്. 2 ഇയർ വാറണ്ടി, 1 ഇയർ റോഡ് സൈഡ് അസിസ്റ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന വാഹനങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡീറ്റെയിൽ കണ്ടു നോക്കാം. ഈ ഷോറൂം ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ തോട്ടട കറക്റ്റ് സ്ഥലം. SM കോളേജിൻ്റെ അടുത്ത്. SM കോളേജിൻ്റെ അടുത്ത്. അതാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. ഓക്കെ, കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിൽ എല്ലാം ഉണ്ടാവും. പലർക്കും വീഡിയോ കണ്ടിട്ട് പിന്നെ ഡൗട്ടുണ്ടാവും, കോൺടാക്ട് എവിടെയും ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോയുടെ വലതുഭാഗത്ത് മുകളിലായിട്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുവരുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾക്കും വളരെ സാധിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അല്ലേ? ഓക്കെ, താങ്ക് യു. ആദ്യ വാഹനം റിനോ ഡ്രൈവറാണ്. ഒരു 7 സീറ്ററാണ്. KL58 തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2023 വെഹിക്കിളാണ്. അതുപോലെ തന്നെ ഈ വണ്ടി ഓടിയിട്ടുള്ളത് 3000 കിലോമീറ്ററാണ്. 3000 മാത്രമേ 3000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഒരു വർഷമായോ? മൂന്നാം മാസം ഒരു വർഷമായില്ല. കറക്റ്റ് ഒരു വർഷം വെറും 3000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ഏത് ഓപ്ഷൻ വരുന്നത്? RSD ആണ്. ഫുള്ളിൻ്റെ താഴെ? അതെ. ഓക്കെ, നേരെ താഴെ. സിംഗിൾ ഓണർ. പിന്നെ വാറണ്ടി കാര്യങ്ങൾ പറയണ്ടല്ലോ, വാറണ്ടി ഉണ്ട്. 3 വർഷം എന്തായാലും ഉണ്ടാവും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഒരു എന്താ പറയുക, ഒരു ഫാമിലിക്ക് ഒരു 7 സീറ്റർ, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി 7 സീറ്റർ 1000 cc വാഹനമാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ അതിൽ മൈലേജ് കൂടെ ഉൾപ്പെടെയാണ് പറയുന്നത്. അതൊരു 15-16 റേഞ്ചൊക്കെ മൈലേജും കിട്ടാൻ അത്രയും കിട്ടുന്നുണ്ട്. അപ്പോൾ 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നതുകൊണ്ട് അത്രയും കിട്ടും. അപ്പോൾ എത്ര കൊടുക്കുക ഇത്? നമുക്കിത് 6,80,000. 6,80,000 രൂപയ്ക്ക് നെഗോഷ്യബിളാണ്. വെറും 3000 കിലോമീറ്റർ ഓടിയ, ഒരു വർഷം കറക്റ്റ് പഴക്കം, 3000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വാഹനം RXT. നിങ്ങൾക്ക് 6,80,000 രൂപയ്ക്ക് ഈ ഒരു ഡ്രൈവർ സ്വന്തമാക്കുക 7 സീറ്റർ വാഹനം. എനിക്കൊന്ന് പുതിയതിന് എത്ര വരുന്നുണ്ട്? ഒരു 9 വരും. അതെ, ആ റേഞ്ച് പോകുന്നുണ്ട്. 9 അടുത്ത ഏകദേശം വരുന്നുണ്ട് അല്ലേ? ആ റേഞ്ച് വരും. ഓക്കെ, അപ്പോൾ അത്രയും ഒരു മാറ്റം വന്നു. വെറും 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ലൊരു അടിപൊളി. അതെ, വാറണ്ടി കമ്പനി വാറണ്ടിയിൽ നിൽക്കുകയാണ്. ഇവരുടെ വാറണ്ടി അല്ല, കമ്പനി വാറണ്ടി തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. RS എന്തായാലും കിട്ടും അല്ലേ? റോഡ് സൈഡ് എല്ലാ വണ്ടിക്കും നമ്മൾ കൊടുക്കും. RS ഒന്നും ആവശ്യം ഉണ്ടാവില്ല, ഇതൊക്കെ ഇവിടെ നിൽക്കാൻ. അതെ. ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, ലോണ് 90-95% മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. നല്ല പ്രൊഫൈലേക്ക് നമുക്ക് മാക്സിമം ലോൺ, ഈ മോഡലുള്ള വണ്ടിയല്ലേ, നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം, ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു ഡ്രൈവർ വന്നു. KL12 വയനാട് രജിസ്ട്രേഷൻ, ഒരു ബ്ലൂ കളർ ഡ്രൈവറാണ്. പറഞ്ഞോളൂ. 2020 വെഹിക്കിളാണ്. സിംഗിൾ RC. ഓക്കെ, RXE ആണ്. ബേസ് മോഡലാണ്. പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കിയൊന്നും ഉണ്ടാവില്ല അല്ലേ? പവർ വിൻഡോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഏതാ പവർ വിൻഡോ കാര്യങ്ങളൊന്നും ഇല്ല, അതുണ്ടാവില്ല. ഓക്കെ, പിന്നെ വെച്ചാൽ ഇതിൻ്റെ റണ്ണിങ് എന്താ വെച്ചാൽ 41,000 കിലോമീറ്റർ ആണ്. 41,000 2020 RXE ഡ്രൈവർ. സിംഗിൾ RC വണ്ടി. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, എത്ര കൊടുക്കാം? 4,65,000 ചോദിക്കുന്നത്, നെഗോഷ്യബിൾ ആണ്. 4,65,000 രൂപയാണ് ചോദിക്കുന്നത്. 2020 വാഹനം, 45,000. ഒരു നോർമൽ പെട്രോൾ വണ്ടിയിൽ ഓട്ടം പോയിട്ടുണ്ട് എന്തായാലും. ഓക്കെ, ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നും സംഭവിച്ചില്ല. റീപ്ലേസ്മെന്റ് ആയിട്ടില്ല, ചെറിയ പെയിന്റ് ടച്ചപ്പ് കാര്യങ്ങളുണ്ട്. പെയിന്റ് ടച്ചപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാഹനത്തിന്റെ ആ ഒരു CC കൊണ്ട് തന്നെ മൈലേജ് ഉണ്ടാവും. അതെ, 1000 cc വാഹനമാണ്. അത് നമുക്ക് ഏറ്റവും വെച്ചാൽ ഒരു ഫാമിലിക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 7 സീറ്റർ എടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ല വാഹനമാണ്. സേഫ്റ്റി അത്യാവശ്യം സേഫ്റ്റിയും വരുന്നുള്ളൂ. 4 സ്റ്റാർ അങ്ങനെ സേഫ്റ്റിയും വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് ഒരു 4 lakhs ലോൺ കിട്ടും? തീർച്ചയായിട്ടും കിട്ടും. നല്ല പ്രൊഫൈലെങ്കിൽ അതന്നെ അങ്ങനെ തന്നെ കിട്ടും, ചെയ്യാൻ പറ്റും. 65,000 രൂപ വേണ്ട ഇറക്കാം. അതെ. ഓക്കെ, റിനോ കൈഗർ വന്നു. ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. KL60 രജിസ്ട്രേഷൻ. ഇതും 1 ലിറ്റർ CC വാഹനമാണ് അല്ലേ? ഇത് ഓട്ടോമാറ്റിക് ആണ്. CVT ആണ്. RZ ആണ് വരുന്നത്. ടോപ്പ് എൻഡ്. മോഡൽ ലോണ് നമുക്ക് മാക്സിമം മോഡൽ 2021 RXZ ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. അതെ, ലാഗ് ഉണ്ടാവില്ല. ഇതിന്റെ തന്നെ സെയിം മോഡലാണ് നിസാൻ മാഗ്നൈറ്റ് വരുന്നത്. അതെ, സെയിം കാറ്റഗറി വിത്ത് CVT ഗിയർ ബോക്സ് ആണ് അത് വരുന്നത്. ഓക്കെ, രണ്ട് ലുക്കാണ്. എന്തോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വണ്ടി താല്പര്യം ഉണ്ടാവും അല്ലേ അതിനോട്? ഓക്കെ, വണ്ടി ഓടിയിട്ടുള്ളത് 52,000 കിലോമീറ്റർ ആണ്. ഓക്കെ, സിംഗിൾ RC വണ്ടിയാണ്.
അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ടോ? മൈലേജ് നോർമലി കിട്ടും, CVT ആയതുകൊണ്ട് പിന്നെ വലിയ ഇത് വരുന്നില്ല. ഒരു 14 കിട്ടുമായിരിക്കും. 14 കിട്ടും, അതെ കിട്ടുമായിരിക്കും. ഓക്കെ, പറഞ്ഞോളൂ, എത്ര കൊടുക്കാം? നമുക്കിത് ഒരു 790. 7,90,000 രൂപയ്ക്ക് 2021 21 കൈകറാണ്. ഓട്ടോമാറ്റിക് വാഹനമാണ്, മാനുവൽ അല്ല. മാനുവൽ ഓട്ടോമാറ്റിക് ആയിട്ട് 1 ലാഖിൻ്റെ ഒക്കെ വ്യത്യാസം വരും, ഡിഫറൻസ് വരും. അതൊന്ന് ശ്രദ്ധിക്കുക. ഓട്ടോമാറ്റിക് വാഹനമാണ്, അതും ടോപ്പ് എൻഡ് ആണ്, RX-Z ആണ്. ഓരോ വേരിയന്റിനനുസരിച്ച് ചില മാറ്റങ്ങൾ വരും. 20,000, 25,000, 30,000 രൂപയുടെ മാറ്റം ഓരോ വേരിയന്റ് തമ്മിലും വരുന്നുണ്ട്. അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ടോപ്പ് എൻഡ് എന്ന് എടുത്തു പറഞ്ഞത് ഓട്ടോമാറ്റിക് വാഹനം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു യൂസ്ഡ് കാർ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് വാറണ്ടി തന്നെയാണ്. വാറണ്ടി എല്ലാ വെൽത്തും നമ്മൾ മോഡലും കാര്യങ്ങളും നോക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 2 വർഷം വാറണ്ടി ഉണ്ട്. RSA ഉണ്ട്. ഓൾ ഇന്ത്യ ലെവലിലാണ്. നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വെച്ച് വേണമെങ്കിലും ക്ലെയിം ചെയ്യാൻ പറ്റും. വീണ്ടും ഒരു കൈകറാണ്, KL 60 രജിസ്ട്രേഷൻ. ഇതും ഓട്ടോമാറ്റിക്കാ? മാനുവലാണ്. മാനുവൽ ഫുൾ ഓപ്ഷൻ 2022 വണ്ടിയാണ്. ഓക്കെ, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. RST ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. ഡുവൽ കളർ, ഡുവൽ മോഡൽ വരുന്നത്. റെഡ് ആൻഡ് ബ്ലാക്ക് അല്ല? അതെ. ഓക്കെ, ഇപ്പോൾ 2 വർഷം ആവാനായി അല്ലേ? അതെ, 5-ാം മാസം വന്നാൽ 2 വർഷം കറക്റ്റായി വണ്ടി. വാറണ്ടി 1 വർഷം കൂടി ഉണ്ടാവും അല്ലേ? കമ്പനി വാറണ്ടി ഉണ്ടാവും. 1 വർഷം കൂടെ കമ്പനി ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര ഓട്ടം പോയി? ഇത് 34,000. 34,000. ഓക്കെ, മാനുവൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 16 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും ചിലപ്പോൾ. കിട്ടുന്ന ആൾക്കാരുണ്ട്, നല്ല കറക്റ്റ് ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളും ചെയ്യുമ്പോൾ 17-18 കിട്ടുന്ന ആൾക്കാരുണ്ട്. ഡ്രൈവ് പോലെയാണത്. അതെ, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും പറയാണ് കോമണായിട്ട് കിട്ടും. ഓക്കെ, ടയേഴ്സൊക്കെ ഓക്കെ, കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. ഒരു 60% ടയേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ആദ്യം കണ്ട കൈകറിന് നല്ല ഫുൾ ടയേഴ്സാണ്, അടിപൊളി ടയേഴ്സാണ്. അതെ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? നമുക്കൊരു 7,28. 7,28,000 ചോദിക്കുന്നത്. നമുക്ക് നെഗോഷ്യബിൾ ആണ്, ചെയ്യാം. ഇങ്ങനത്തെ വിലയൊന്നും ഞാൻ എവിടെയും കേൾക്കല്ലേ. 7,28, 7,34 ഇങ്ങനെ ഒന്നെങ്കിൽ 7,4 അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ മാക്സിമം ഇതാക്കിയിട്ട് ചെയ്യും. നോക്കിയിട്ട് ചെയ്താണ്. ഓക്കെ, എന്തായാലും അത്രയുള്ള കാര്യങ്ങൾ. 7,28,000 രൂപയ്ക്ക് 2022 ടോപ്പ് എൻഡ് മാനുവൽ കൈഗർ 1 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതിൽ ഒരു 6-6.5 ലോൺ വരും. ഓക്കെ, വരും എന്തായാലും. മോഡലുള്ള വണ്ടിയല്ലേ കയറും എന്തായാലും. അതെ, തീർച്ചയായും നല്ല പ്രൊഫൈൽ ആയിരിക്കണം. അതൊക്കെ എന്തായാലും വേണം. ഓക്കെ, അത്യാവശ്യം പവറുള്ള സെഗ്മെന്റ് തന്നെയാണ്. അതെ, അടുത്ത വണ്ടിയിലേക്ക് ക്ലൈംബറാണ്. റിനോയുടെ വണ്ടി തന്നെയാണ്. KL 31 രജിസ്ട്രേഷൻ ക്ലൈംബർ. ഇതും 1 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനമാണ്. ഓട്ടോമാറ്റിക് ആണ്. 2017 വെഹിക്കിളാണ്. AMT ആണ് വരിക. ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ RC വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, 60,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 17 അല്ലേ? കുറച്ച് ഓട്ടം പോയിട്ട് മൈലേജ് കിട്ടുന്നുണ്ടോ? അതെ, അതായിരിക്കും. ഓക്കെ, ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. ഒരു ക്ലെയിമില്ല. ക്ലീൻ പീസ് വാഹനമാണ്. ചെറിയ ഓട്ടോ കൂടുതലുണ്ട്. ഇതുകൊണ്ട് തന്നെ ആയിരിക്കും. കമ്പനി സർവീസ് എല്ലാം പ്രോപ്പറാണല്ലോ? അതെ, എല്ലാം ഉണ്ട്. ഓക്കെ, മൈലേജ് എനിക്ക് തോന്നുന്നു ഒരു 18 റേഞ്ചൊക്കെ കിട്ടുമായിരിക്കും. 17-18 റേഞ്ച് മൈലേജ് കിട്ടും. ഓക്കെ, എത്രയും പാസ് ചെയ്യുന്നത്? 4,10. 4,10,000 രൂപയ്ക്ക് 2017 ക്ലൈംബർ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. മാനുവല്ല, ഓട്ടോമാറ്റിക്കാണ്. 4,10 ആസ്ക് ചെയ്യുന്നതാണ്. ഈ പറയുന്ന വില ഒന്നും ഒരു നിർബന്ധമില്ല. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാൽ നെഗോഷ്യബിൾ ആണ്. ഓക്കെ, അങ്ങനെ പേടിക്കൊന്നും വേണ്ട. അത്രയേ ഉള്ളൂ. ലോണും ഇതിനൊരു 3.25 കയറും. 3.5 ലോൺ കയറാൻ ചാൻസ് ഉണ്ടല്ലോ. ഓക്കെ, ടാറ്റ ടിയാഗോ ആണ്. KL 7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനം. ന്യൂ ഷേപ്പ് ടിയാഗോ. പറഞ്ഞോളൂ. 2021 വെഹിക്കിളാണ്. ഫുൾ ഓപ്ഷൻ ആണ്. XZ+ ആണ്. XZ+ മാനുവൽ ഫുൾ ഓപ്ഷൻ. ഓക്കെ, ഏറ്റവും ടോപ്പിൻ്റെ വാഹനം 2021 10-ാം മാസം വണ്ടിയാണ്. അതെ. ഓക്കെ, ഒരു ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ടിയാഗോ മാനുവല് ആവറേജ് ഒരു 17 റേഞ്ചൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. 15 to 17 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന വാഹനമാണ്. 3 സിലിണ്ടർ എഞ്ചിനാണ് വരിക. സേഫ്റ്റി ഉണ്ട്. ഈ ഒരു ഷേപ്പിലേക്ക് വരുമ്പോൾ 5 സ്റ്റാറിലേക്ക് ആയിരുന്നു അല്ലേ? 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലേക്ക് വന്നപ്പോൾ. ഓക്കെ, വേറെ ഒരു ക്ലെയിം ഒന്നുമില്ല. ഓടിയത് 44,000 ആണ്. 44 ഓടിയിട്ടുണ്ട്. അതെ. ഓക്കെ, സിംഗിൾ RC വണ്ടിയാണ്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര കൊടുക്കാം? ഇത് 5,90,000 ആസ്കിംഗ് ആണ്. ഓക്കെ, 2021 XZ+ ഏറ്റവും ടോപ്പ് ഉണ്ട്. 5,90,000. എനിക്ക് തോന്നുന്നു ഇറങ്ങുമ്പോൾ ഒരു 8-8.25 ഉണ്ടാവും അല്ലേ? ഏകദേശം 8,00,000 രൂപ വില വരുന്ന വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കോൺടാക്ട് ചെയ്യാം. ലോണ് കയറും, മാക്സിമം കയറും. ഒരു 5 lakh വരെ എല്ലാം കയറും. 5 lakh ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു ടിയാഗോ ആണ്. KL 85 കോഴിക്കോട് ജില്ല. ഫറൂഖ് സബാട്ടിയോ അല്ലേ? പറഞ്ഞോളൂ, എങ്ങനെയാണ്? 2021 വെഹിക്കിളാണ്. XT ആണ് വേരിയൻറ്റ്. XT എന്ന് പറയുന്നത് XZ+, XZ അതിൻ്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. അതെ. അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അതേപോലെ ഡിഫോഗർ ഇല്ല. പുറകിൽ വൈപ്പർ ഉണ്ടാവില്ല. പുറകിൽ അത്രയും മാറ്റങ്ങൾ വരുന്നുള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ, 39,000 കിലോമീറ്ററാണ് ഓടിയത്. സിംഗിൾ RC വണ്ടി. 39,000 എന്ന് പറയുമ്പോൾ കറക്റ്റ് 3 വർഷം ആവാറായി. അതെ, 4-ാം മാസമാണ്. 3 വർഷം ആവാറായി.
ഓക്കെ 39,000 ചെറിയൊരു റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. നീറ്റ് വണ്ടി മാനുവലാണ്. 16-17 മൈലേജും കിട്ടും. 15 to 17 മൈലേജും കിട്ടും. എത്രയാണ് പാസ് ചെയ്യുന്നത്? 5,28. 5,28,000 രൂപയ്ക്ക് 2021 ടിയാഗോ. ഈ പറയുന്ന പ്രൈസ് ഒന്നും ഫിക്സ്ഡ് അല്ല, നെഗോഷ്യബിൾ ആണ്. നമ്മൾ വന്നു കഴിഞ്ഞ് സംസാരിച്ചാൽ അതിൻ്റെ രീതിയിൽ ചെയ്തു തരും. ലോൺ ഒരു 4 കിട്ടുമോ? 4-4.25 ആ റേഞ്ചെല്ലാം കയറും, ചെയ്യാൻ പറ്റും. ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാനും പറ്റും. അങ്ങനത്തെ ചെറു വണ്ടികളാണ് ഇന്നത്തെ കൂടുതൽ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. i10 ഗ്രാൻഡ് KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. പെട്രോൾ വാഹനമാണ്. പറഞ്ഞോളൂ. 2018 വെഹിക്കിളാണ്. ഓക്കെ, സിംഗിൾ RC ആണ്. 40,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളത്. ഏകദേശം 5-6 വർഷമായിട്ടുണ്ടാവും, ചിലപ്പോൾ 6 ആയിട്ടില്ല. ഓക്കെ, അത്രേ ഓടിയുള്ളൂ. പിന്നെ വളരെ ലോ ആണ്. കാര്യമായ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഏത് ഓപ്ഷൻ വരുന്നതിൽ? ഇത് ഫുൾ ഓപ്ഷനാണ്. ഏറ്റവും ടോപ്പിൻ്റെ ആസ്റ്റ. അതെ, ആസ്റ്റയാണ്. പുഷ് ബട്ടണും അലോയ്സും എല്ലാം വരുന്ന ഓപ്ഷൻ വരുന്ന വാഹനമാണ്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരിക. ഒരു 13-16 റേഞ്ചാണ് ഏകദേശം മൈലേജ് നമ്മൾ ഇതിൽ കണക്കാക്കാറുള്ളത്. അതെ അതെ. ഓക്കെ, കണക്കാക്കാറില്ല, ഫിസിക്കലി അങ്ങനെ കിട്ടുന്നത്, നോർമലി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു ക്ലെയിം ഒന്നുമില്ല അല്ല? ഇല്ല. ഓക്കെ, പറഞ്ഞോളൂ. എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 5,25 ആസ്കിങ് ആണ്. ഓക്കെ, 5,25,000 രൂപയ്ക്ക് 2018 ആസ്റ്റ വെറും 40,000 കിലോമീറ്റർ ഓടിയ i10 ഗ്രാൻഡ് സ്വന്താക്കാം. ഇതിൽ 4-4.25 ലോൺ വരും. 19,000 കണ്ട് ഇറക്കാൻ പറ്റും. അതെ അതെ, ഉറപ്പായിട്ടും. നല്ല പ്രൊഫൈലിൽ നമുക്ക് ഇറക്കാൻ പറ്റും മാക്സിമം. പിന്നെ വാറണ്ടിയിലെ വെഹിക്കിളാണ്. 2 വർഷം വാറണ്ടി, RSA എല്ലാം കിട്ടും. അതെ അതെ. അതുമല്ല പ്രൈസും ഞാൻ എപ്പം പറയുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതെ അതെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു കുഞ്ഞു വാഹനം വന്നു. ഡാറ്റ്സൺ റെഡിഗോ ആണ്. നമ്മൾ ഇന്ന് 800cc വാഹനം കാണിച്ചിട്ടുണ്ടാവില്ല. ഇത് 800 അല്ലേ? 800. ഓക്കെ, KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതിൻ്റെ തന്നെ 1000cc ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. അത് ഞാൻ ചോദിച്ചത് 800 ആണോ? അതെ. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? 2018 വെഹിക്കിളാണ്. പിന്നെ ഇത് ഓടിയത് വെച്ചാൽ 50,000 കിലോമീറ്റർ ആണ്. 50,000 നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. അതെ. ഏതാ ടി ആണ് ഓപ്ഷൻ? ബേസ് ആണ്. ബേസ് ആണല്ലേ? ഓക്കെ, സിംഗിൾ RC ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. നീറ്റ് വണ്ടി. ഒരു 18-20 റേഞ്ച് മൈലേജും കിട്ടുന്ന ഒരു വാഹനമാണ്. 800cc വരുന്നുള്ളൂ. അതെ. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ കളിക്കുന്ന നല്ല രീതിയിൽ, അതായത് ഒരു ബഡ്ജറ്റ് നോക്കിയിട്ട് എടുക്കുന്ന ആൾക്കാർക്കെങ്കിൽ നല്ല കൂട്ടി എടുക്കാൻ പറ്റിയ ഒരു വാഹനം. ഇതിൻ്റെ തന്നെ 1.2 ലിറ്ററും അതേപോലെ തന്നെ 7 സീറ്ററും എല്ലാത്തിലും പാതിക്ക് വില ഉണ്ടാവും മറ്റുള്ള വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ കംപ്ലൈൻസോ കാര്യങ്ങളോ വരുന്നതുകൊണ്ടൊന്നല്ല, മൊത്തത്തിലുള്ള ഒരു മാർക്കറ്റിന്റെ അടിവാണ്. അതെ 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 അതെ. വണ്ടിക്ക് നിലവിലൊന്നുമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. നമ്മൾ വാറണ്ടി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന 2 വർഷം വാറണ്ടിയും കിട്ടുന്നുണ്ട്. എത്ര കൊടുക്കാം? 2.30 ആസ്കിംഗ് ആണ്. 2,30,000 രൂപയ്ക്ക് 2018 വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. റെഡിഗോ. നല്ല മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്. ഒരു 2 lakhs ലോൺ കിട്ടും. നല്ല പ്രൊഫൈൽ 2 lakh വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 30,000 രൂപ ഉണ്ടാകും ഇറക്കാൻ പറ്റിയൊരു ചെറിയ വാഹനം. അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്ത വീണ്ടും ഒരു 800cc വാഹനമാണ്. ഹ്യുണ്ടായ് ഇയോൺ ആണ്. KL 58 തലശ്ശേരി വണ്ടി അല്ല? അതെ. ഓക്കെ, പറഞ്ഞോളൂ. 2016 വെഹിക്കിളാണ്. 60,000 ഓടിയത്. ഓക്കെ, പിന്നെ അതിൻ്റെ വില വരുന്നത് വെച്ചാൽ 2,50,000 റുപ്യ ചോദിക്കുന്നത്. 2016 60,000 ഓടിയ വാഹനം 2,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. കുഴപ്പമില്ല. ഓക്കെ, ഇയോൺ ഇറ പ്ലസ് ആണ്. ഇറ പ്ലസ് ആണ് അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്ന വാഹനമാണ്. സ്റ്റീരിയോ ചെയ്തിട്ടുണ്ടോ? സ്റ്റീരിയോ ഓൾറെഡി ഒരു സ്റ്റീരിയോ ഉണ്ടല്ലേ? ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സെൻട്രൽ ലോക്ക്? സെൻട്രൽ ലോക്ക് ഇല്ല, ചെയ്തിട്ടില്ല. ഓക്കെ, 2,50,000 ആസ്കിംഗ് പ്രൈസ് ആണ്. ഒരു 2 ലക്ഷം വരെ ലോൺ കിട്ടുമായിരിക്കും. കിട്ടും. ഓക്കെ, ഒരു 17-18 റേഞ്ച് മൈലേജ് കിട്ടുന്നുണ്ട്. അതെ. അടുത്ത വണ്ടിയിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. അടുത്തൊരു ക്വിഡാണ്. KL 86 രജിസ്ട്രേഷൻ വാഹനമാണ്. പറഞ്ഞു. 2020 വെഹിക്കിളാണ്. ഓക്കെ, സിംഗിൾ RC ആണ്. 48,000 ഓടിയത്. ഓക്കെ, ഏത് ഓപ്ഷൻ വരുന്നത്? RST ആണ്. ടീൻ്റെ മേലെ ഓപ്ഷനിലും കൂടി ഉണ്ട്, പക്ഷേ ഇത് ടി ആണ് അല്ലേ? അതെ. ഫുള്ളിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ഓക്കെ, ന്യൂ ഷേപ്പാണ് വാഹനം. അതെ. ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, എത്ര കൊടുക്കാം? 4.40 ആസ്കിംഗ്. 4,40,000 രൂപയ്ക്ക് അല്ലേ? ഓക്കെ, ഒരു 4 lakhs ലോൺ? അതെ, കിട്ടും, ലോൺ കിട്ടും. ഓക്കെ, മാക്സിമം ലോൺ സൗകര്യം കിട്ടുന്നുണ്ട്. 40,000 രൂപയൊക്കെ കണ്ടാൽ 40-50,000 കണ്ടാൽ ഇറക്കാൻ പറ്റിയൊരു വാഹനമാണ്. 800cc അല്ല? അല്ലല്ല, 1000. അതെ, 1000cc. നമ്മൾ മോസ്റ്റ്ലി 1000cc തന്നെയാണ് കിറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് അൾട്ടോ 800 KL 14 രജിസ്ട്രേഷൻ വാഹനമാണ്. ഒരു കുടയൊക്കെ ചൂടി ഇവിടെ ഇങ്ങനെ നിപ്പിച്ചിരിക്കുക അല്ലേ? അതെ. പറഞ്ഞോളൂ. 2015 VXI വെഹിക്കിളാണ്. ഓക്കെ, 15 VXI. അതെ. പിന്നെ ഓടിയത് വെച്ചാൽ 70,000. ഓക്കെ, നോർമൽ ഓട്ടമാണ്. അതെ. പെട്രോൾ വണ്ടിയുടെ നോർമൽ ഓട്ടം, വേറെ ഒന്നുമല്ല പറയുന്നത്. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ക്ലെയിമായിട്ട് അങ്ങനെ മേജർ ഒന്നുമില്ല. ക്ലെയിം വണ്ടിയാണ്. ഓക്കെ, പറഞ്ഞോ, എത്ര കൊടുക്കാം? ഇത് 2.55 ആസ്കിംഗ്. 2015 അല്ല പറഞ്ഞത്? 15 VXI. 2,50,000 രൂപ ആസ്കിംഗ് ആണ്.
വില കുറച്ച് തരുന്നതാണ്. ഒരു 17-18 റേഞ്ച് മൈലേജ് കിട്ടുന്ന 800 cc വാഹനമാണ്. മേജർ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, നിങ്ങളുടെ വാറണ്ടി എത്ര? 1 year വാറണ്ടി. 1 year വാറണ്ടി 15,000 ഓക്കെ. RSI കിട്ടുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഇതിലൊരു 2 lakhs ലോൺ വരും. 2 lakhs ലോൺ കയറും. അപ്പോൾ ഇതും മാരുതി ആൾട്ടോ ആയതുകൊണ്ട് എന്തായാലും കയറും. ഇതും ചെറിയ എമൗണ്ടിൽ ഇറക്കാൻ പറ്റും. അതെ അല്ലേ? ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഒരുപാട് സ്റ്റോക്സ് വേറെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മൾ കുറച്ച് സെലക്ട് ചെയ്ത് കാണിച്ചാണ്. അതെ, മാർച്ച് ആയതുകൊണ്ട് നമ്മൾ മാക്സിമം ചെയ്ത് തരുന്നുണ്ട്. പിന്നെ വണ്ടികൾ കയറി ഇറങ്ങുന്നുണ്ട്. അതെ, അപ്പോൾ ഇനിയിപ്പോൾ നാളെ മറ്റന്നാളെല്ലാം വരുമ്പോൾ ചിലപ്പോൾ സ്റ്റോക്ക് മാറും. അപ്പോൾ നിങ്ങളെന്തായാലും വിളിക്കുക. വരുന്നിടത്ത് തന്നെ ഒന്ന് വിളിച്ചിട്ട് കൺഫേം ചെയ്യുക നിങ്ങൾക്ക് വേണ്ട വണ്ടികളുണ്ടോ എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യുക. കോൺടാക്ട് നമ്പർ വീഡിയോയിൽ റൈറ്റ് സൈഡിലുണ്ടാവും, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, മറന്നു പോകണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നത്തെയും പോലെ തന്നെ ഷെയർസ് വരട്ടെ, ലൈക്ക് വരട്ടെ, കമൻറ്റ്സ് വരട്ടെ, എല്ലാം വരട്ടെ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അർജുൻ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ബൈ.